ഷാർജയിൽ നീന്തൽക്കുളത്തിൽ കാൽ വഴുതി വീണ് പത്തനംതിട്ട സ്വദേശി മരണപ്പെട്ടു. കിടങ്ങന്നൂർ സ്വദേശി ജോൺസൺ തോമസിന്റെ മകൻ ജോവ ജോൺസനാണ് മരണപ്പെട്ടത്. 20 വയസ്സായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച രാത്രി 9 മണിയോടെയാണ് സംഭവം. സ്വിമ്മിംഗ് പൂളിന് സമീപത്തുകൂടി ഫോൺ ചെയ്തുകൊണ്ട് നടക്കുകയായിരുന്നു. ആ സമയത്ത് കാൽ വഴുതി പൂളിലേക്ക് വീഴുകയായിരുന്നു എന്നാണ് ബന്ധുക്കളുടെ മൊഴി. ജോവ കഴിഞ്ഞ 9 മാസമായി ഓയിൽ കമ്പനിയിൽ കെമിക്കൽ ലാബ് അസിസ്റ്റന്റായി ജോലി ചെയ്തു വരികയായിരുന്നു. മെട്രോയ്ക്കും ട്രാമിനുമൊക്കെ പുറമെ ദുബായ് ഇത് അതിനൂതനമായ റെയിൽ ബസ്സുകൾ അവതരിപ്പിച്ചിരിക്കുകയാണ്. ദുബായ് RTA ഈ കഴിഞ്ഞ ദിവസം ജുമൈറയിൽ വെച്ച് നടന്ന വേൾഡ് ഗവൺമെന്റ് ഉച്ചകോടിയിലാണ് അത്യാധുനിക സാങ്കേതിക വിദ്യകളോടുകൂടി പ്രവർത്തിക്കുന്ന സ്വയം നിയന്ത്രിത റെയിൽ ബസ്സുകൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരേ സമയം 40 പേർക്ക് ഇതിൽ യാത്ര ചെയ്യാം. പ്രത്യേക എലിവേറ്റഡ് ട്രാക്കുകളിലൂടെയായിരിക്കും ഇതിന്റെ സഞ്ചാരം. മണിക്കൂറിൽ 100 കിലോമീറ്റർ എന്നുള്ള വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കും. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സോളാർ എനർജിയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇതിന്റെ പ്രവർത്തനവും നിർമ്മാണവും എല്ലാം തന്നെ സസ്റ്റൈനബിലിറ്റിയിൽ ഊന്നിക്കൊണ്ടുള്ളതാണെന്നും വളരെ വലിയൊരു പ്രത്യേകതയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും സ്മാർട്ടായ നഗരമായി മാറുക എന്നുള്ള ദുബായിയുടെ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് ഒരു പടി കൂടിയായി വേണം ഈ ഒരു സംരംഭത്തെ കാണാൻ. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച കാപ്പി ഉൽപ്പാദകരുടെയും വ്യവസായികളുടെയും കർഷകരുടെയും എല്ലാം സംഗമവേദിയായ വേൾഡ് കോഫി സമ്മേളനത്തിന് ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ തുടക്കമായിരിക്കുകയാണ്. കോഫിയുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളും ഒത്തുചേരുന്ന ഒരു സ്ഥലം എന്നുള്ള പ്രത്യേകതയുണ്ട്. അങ്ങനെ പറയാൻ കാരണം കാപ്പി കർഷകരുണ്ട്, വിതരണക്കാരുണ്ട്, വ്യവസായികളുണ്ട്, കോഫി ഷോപ്പ് ഉടമകളുണ്ട്, കോഫി പ്രേമികളുണ്ട്. ഇങ്ങനെ നിരവധി ആളുകളാണ് ഈ ഒരു മേളയിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തവണ 78 രാജ്യങ്ങളാണ് ഈ ഒരു മേളയിൽ പങ്കെടുക്കുന്നത്. 1980 കമ്പനികളും ഇതിൽ പങ്കെടുക്കുന്നു. ആഗോളതലത്തിൽ തന്നെ കോഫി ഉൽപ്പാദനം മെച്ചപ്പെടുത്താനും അതിൽ നിന്നുള്ള വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ട നിരവധി ചർച്ചകളും മറ്റും ഇതിനോടനുബന്ധിച്ച് നടക്കുന്നുണ്ട്. ഷാർജയിൽ മാലിന്യത്തിനിടയിൽ നിന്നും നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തി. ഷാർജ സജ്ജ ഏരിയയിൽ മാലിന്യം നിക്ഷേപിക്കുന്ന സ്ഥലത്ത് നിന്നാണ് പ്രസവിച്ച ഉടനെ ഉപേക്ഷിച്ച രീതിയിൽ എന്നുള്ള തരത്തിൽ ഒരു പെൺകുഞ്ഞിന്റെ മൃതദേഹം മുനിസിപ്പാലിറ്റി അധികൃതർ കണ്ടെത്തിയത്. കൂടുതൽ പരിശോധനകൾക്കും അന്വേഷണങ്ങൾക്കുമൊക്കെയായി മൃതദേഹം ഫോറൻസിക് ലബോറട്ടറിയിലേക്ക് മാറ്റി പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ദുബായ് വാർത്ത തികച്ചും ലോക്കൽ. 2025 ഫെബ്രുവരി 11 ചൊവ്വാഴ്ച.